ന്യൂ ഇംഗ്ലീഷ് ഫണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സിൻ്റെ ബാക്കി പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. I was able to view the imposing Burj Khalifa, the tallest building in the world. Climbing it all the way up would take you to the top of the world. Of course, I could not do it. A boat ride at Dubai late in the evening was a fascinating experience. The dazzling lights and their reflections on the creek give you a feeling of being out of the world. It was only matched by the ride on the metro from Al Nada to Stadium. Watching the landscape from a train is always entertaining, but there was a landscape totally different from anything I had ever seen. എക്സ്പ്ലനേഷൻ നോക്കാം. I was able to view the imposing Burj Khalifa, the tallest building in the world. അടുത്തതായിട്ട് ഞാൻ കാണാനിടയായത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയാണ്. Climbing it all the way up would take you to the top of the world. Of course, I could not do it. ആ ഒരു കെട്ടിടത്തിൽ കയറുന്നത് വേൾഡിൻ്റെ ടോപ്പിലെത്തുന്നത് പോലെയാണ്. A boat ride at the Bur Dubai late in the evening was a fascinating എക്സ്പീരിയൻസ്. ദുബായിലെ ബോട്ട് റൈഡ് ആയിരുന്നു അടുത്ത വണ്ടർഫുള്ളായിട്ടുള്ള ഒരു അനുഭവം. ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദെയർ റിഫ്ലക്ഷൻ ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഡാസ്ലിംഗ് മീൻസ് എക്സ്ട്രീംലി ബ്രൈറ്റ്. ഡാസ്ലിംഗ് എന്ന് പറയുന്നത് വളരെ തിളക്കമുള്ളത് എന്നുള്ള മീനിങ് ആണ്. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ്, ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ്, ആൻഡ് ദെയർ റിഫ്ലക്ഷൻ, ആ ബ്രൈറ്റായിട്ടുള്ള ലൈറ്റിൻ്റെ പ്രതിഫലനം. ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ക്രീക്ക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്ട്രീം ഓഫ് വാട്ടറിനെയാണ് ക്രീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ്, അതിൻ്റെ റിഫ്ലക്ഷൻ ആ സ്ട്രീമിൽ, ആ വെള്ളത്തിൻ്റെ ജലപാതയിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദ മെട്രോ ഫ്രം അൽ നദ ടു സ്റ്റേഡിയം. അതുമായിട്ട് മാച്ച് ചെയ്യാവുന്ന മറ്റൊരു റൈഡാണ് ത്തിനുണ്ടായ മെട്രോ റൈഡ്. അത് അൽ നദയിൽ നിന്ന് സ്റ്റേഡിയം വരെയാണ് മെട്രോ റൈഡ് ചെയ്തത്. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്, ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. ഒരു ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഒരു ലാൻഡ്സ്കേപ്പ് കാണുന്നത്, ഒരു കാഴ്ച കാണുന്നത് എല്ലായ്പ്പോഴും എൻ്റർടൈനിങ് ആണ്. അദ്ദേഹം കണ്ടിട്ടുള്ള മറ്റ് കാഴ്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ആ ട്രെയിൻ യാത്ര അദ്ദേഹത്തിന് നൽകിയത്. പാരഗ്രാഫിലേക്ക് പോകാം. ബട്ട് നത്തിങ് മാച്ച്ഡ് ദ ലൂവ അബുദാബി മ്യൂസിയം. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് LOUVRE എന്നാണെങ്കിലും അത് ലൂവ എന്നാണ് വായിക്കുന്നത്. ലൂവ അബുദാബി മ്യൂസിയം, എ മാർവൽ ബൈ എനി standards. It houses some of the world's most fascinating archaeological remains, paintings, sculptures, and other artifacts. It carries the name of the famous Louvre Museum in France on an agreement. It has only rented more than 300 pieces from the Louvre for display. I thought it terribly unlucky of me to have spent only half a day in the museum. I would have loved to spend at least a week. But nothing matched the Louvre Abu-Dhabi Museum, a marvel by any standard. അടുത്തതായിട്ട് അദ്ദേഹം കാണാൻ പോയത് ലൂവ അബുദാബി മ്യൂസിയം ആണ്. ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമെയിൻസ്. ലോകത്തിലേക്കും ഏറ്റവും മികച്ച ആർക്കിയോളജിക്കൽ റിമെയിൻസ്, പുരാവസ്തു ശേഷിപ്പുകൾ കാണാൻ അദ്ദേഹം ഇടയായി. അതിൽ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, സ്കൾപ്ചേഴ്സ്, ശില്പങ്ങളുണ്ടായിരുന്നു, ആൻഡ് അതർ ആർട്ടിഫാക്റ്റ്. ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് മെയ്ഡ് ബൈ എ ഹ്യൂമൻ ബീങ്, അതായത് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ളതും അവരുപയോഗിച്ചിട്ടുള്ളതുമായ വസ്തുക്കൾ. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റിന്മേൽ ഫ്രാൻസിലെ ലൂവ മ്യൂസിയത്തിൻ്റെ പേരാണ് ഈ മ്യൂസിയവും ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് ഓൾസോ rented more than 300 pieces from the Louvre for display. ഫ്രാൻസിലെ അതേ ലൂവ മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം 300-ലധികം വസ്തുക്കൾ ഇവിടെ പ്രദർശനത്തിനായി റെൻറ്റിനെടുത്തിട്ടുണ്ട്, വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. I thought it terribly unlucky of me to have spent only half a day in the museum.
ഈ ട്രാവലർ അൺലക്കി ആണെന്നാണ്, ഭാഗ്യമില്ലാത്ത ആളാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന് ഒരു ദിവസത്തിൻ്റെ പകുതി മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്. UAE-യിൽ ഒരാഴ്ചയെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ് ഐ വിഷ്ഡ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. At least 2 weeks. Another time I might get a chance again. You never know. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് കാലിക്കറ്റിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. എനിക്ക് ഇങ്ങനെ ഒരു വിസിറ്റിന് കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് 2 weeks, കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും. അനദർ ടൈം ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ. യു നെവർ നോ. ഹീസ് അൺസർട്ടൻ. അദ്ദേഹത്തിന് ഉറപ്പില്ല. ഇനിയും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും അവിടെ ചെലവഴിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഈ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.